ഹലോ നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുമാത്രമല്ല, നിങ്ങൾ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ അലീന ഹോസ്പിറ്റലിലാണ്. അങ്ങനെ മനുവിനോട് എല്ലാ കാര്യങ്ങളും അലീന പറയുന്നുണ്ട്. ഇങ്ങനെ തനിച്ച് കുത്തേറ്റതല്ല, ഞാൻ എന്നെ കുത്തിയതല്ല, രോഹിത്തും ഹരിയും കൂടെ തന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ, തന്നെ ഉപദ്രവിക്കാൻ വന്ന സമയത്ത് അവരിൽ നിന്ന് തൻ്റെ മാനം രക്ഷിക്കാനായിട്ടാണ് ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് തന്നെ കത്രിക കുത്തിയിറക്കിയത് എന്ന് പറയുകയും അത് കേട്ടിട്ട് ആകെ ഷോക്കാവുകയും ചെയ്യാട്ടോ മനു ആകെ തകർന്നു പോവുകയാണ് അലീന ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട്. സങ്കടം സഹിക്കാൻ വയ്യ. കാരണം ആരാണ് അലീനയോട് ഇത്രയും ക്രൂരത ചെയ്തേക്കുന്നത്? തൻ്റെ സ്വന്തം സഹോദരങ്ങൾ തന്നെയാണ്. അത്രയും ഒരു പാവൻ പെൺകുട്ടിയോട് ഇതുപോലെയുള്ളൊരു ക്രൂരത കാണിച്ചത് കൊണ്ട് അവർക്ക് എന്താ പറയുക, മനുവിന് ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെ വരികയാണ്. കാരണം സങ്കടം എന്താണെന്ന് വെച്ചാൽ അലീനയുടെ അവസ്ഥയും അലീനയോട് ചെയ്തത് ഇവരാണല്ലോ എന്നുള്ള ഒരു സങ്കടം. പക്ഷേ ആ ഒരു പ്രവൃത്തി അവർ ചെയ്തല്ലോ എന്നുള്ളൊരു ദേഷ്യവും മനുവിന് രോഹിത്തിനോടും അതുപോലെ ഹരിയോടും തോന്നുകയാണ്. മനുവിനെ അറിയാം രോഹിത്തല്ല ഇതിൻ്റെ മെയിൻ കാരണം, രോഹിത്തല്ല ഹരിയാണ് എന്നുള്ള കാര്യം മനുവിനെ അറിയാം. കാരണം ഹരിയാണ് രോഹിത്തിനെ കൂടി ഇങ്ങനെ വഴി തിരിച്ചു വിടുന്നത് എന്നുള്ളത് മനുവിനെ അറിയാം. കമല ശരിക്കും പറയുന്നുണ്ടായിരുന്നല്ലോ, നീ ഹരിയെ കണ്ടുപഠിക്കുക എന്നൊക്കെ. ശരിക്കും ഹരിയെ കണ്ടുപഠിക്കുകയാണെങ്കിൽ മനുവും കൂടെ വഴി തെറ്റിപ്പോവും എന്നുള്ള കാര്യമൊന്നും കമലയ്ക്ക് അറിയത്തില്ലല്ലോ. തൻ്റെ മകൻ പക്ക ഓക്കെയാണ് എന്നാണ് കമല വിചാരിച്ചിരിക്കുന്നത്. വെറും ഫ്രോഡാണ് ഹരി എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. അങ്ങനെ എന്താണെങ്കിലും ഹരിക്കിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട് മനു കേട്ടോ. അങ്ങനെ അതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളാണ്. പക്ഷെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വൈജയന്തി അലീനയെക്കുറിച്ച് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തുന്നതാണ്. അങ്ങനെ വൈജയന്തി കമലയെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഉള്ളവർക്കൊക്കെ ഭ്രാന്താണ്, ഈ ബാലചന്ദ്രന് എന്തോ വട്ടായെന്നാണ് തോന്നുന്നത്, ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ്, എത്ര രൂപയാണ് ചിലവ് വരുന്നതെന്ന് അറിയോ, മാത്രമല്ല മനു ഉണ്ട് കൂട്ടിന് എന്ന് പറയാം കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ കമലയ്ക്ക് ഭയങ്കര ദേഷ്യം കൂടി വരികയാണ്. മനു ആണെങ്കിൽ പറഞ്ഞിട്ടൊന്നും അനുസരിക്കുന്നില്ല. ആ ഹോസ്പിറ്റലിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്, അലീനയ്ക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് കമലയ്ക്കും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഇവർക്ക് എന്ത് പറ്റിയതാണായിരിക്കോ വൈജയി ബാലചന്ദ്രനും മനുവിനും അവളെ അവിടെ പോയിട്ട് ചികിത്സിക്കുകയും കൂട്ടിയിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്? ഇവരുടെ ആരാണ് അവൾ എന്നൊക്കെ ചോദിച്ച് കമലയും ദേഷ്യപ്പെടുന്നുണ്ട്. എനിക്ക് നല്ല സംശയമുണ്ട് കമലേട്ടത്തി, അവൾ തന്നെ കുത്തിയതൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ ഏതോ കാമുകൻ വന്നിട്ട് അവരുമായി വഴക്കുണ്ടായതിന് ശേഷം അവൻ കുത്തിയിട്ട് പോയതായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അന്വേഷിച്ച് എല്ലാം തെളിയില്ലേ? അപ്പോൾ അവൾക്ക് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കും അവൾ കള്ളം പറയുന്നത് എന്ന് പറയണം. ആ സമയത്ത് കമല പറയുന്നുണ്ട്, ശരിയായിരിക്കും നീ പറഞ്ഞത് ശരിയായിരിക്കും, അങ്ങനെ തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പറയണേ. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഏതായാലും അവൾ വീട്ടിലില്ലല്ലോ, നീ അവളുടെ ബാഗൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്ക്. അപ്പോൾ വൈജയ് പറയുന്നുണ്ട്, ഒരിക്കലും ഞങ്ങളത് പരിശോധിച്ചതാണ്, അതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. അവളുടെ അമ്മയുടെ മമ്മി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഡയറികൾ, പിന്നെ അന്ന് ആ മോതിരമൊക്കെ കിട്ടിയില്ല, അങ്ങനെ ഇഷ്യൂ ആ സമയത്ത് കുറച്ച് ചീഞ്ഞ കുറച്ച് ഡ്രസ്സുകൾ, അത്ര മാത്രമേ ഉള്ളൂ. ഒരു ബൈബിളിൻ്റെ എന്തോ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയണം. എന്നാലും നീ ഒന്ന് പരിശോധിച്ച് നോക്ക്, ഒന്നുകൂടെ പരിശോധിച്ച് നോക്ക്. അന്ന് പൈസ പോയത് കൊണ്ട് മാത്രം ആ പൈസയല്ലേ അന്വേഷിച്ച് നടന്നത്. പക്ഷേ ഇപ്പോൾ കാര്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ പറയുന്നുണ്ട്, അമ്മ ഉണ്ടല്ലോ ആ റൂമിൽ, അപ്പോൾ അമ്മ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിന് കൊനിഷ്ട് പറയും എന്ന് പറയുമ്പോൾ, അമ്മ ഉറങ്ങുന്ന സമയത്ത് നീ സൂത്രത്തിൽ ചെന്നിട്ട് ആ ബാഗ് ഒന്ന് പരിശോധിക്കുക, അല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സൂചന കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് കമല പറയാണ് വൈജയോട്. അത് കേട്ടപ്പോൾ വൈജയ്ക്കും ശരിയാണോ, ഒന്ന് അങ്ങനെ ചെയ്തു നോക്കാം, എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ്, അവളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ ആ ഡയറിയിൽ നിന്ന് കിട്ടിയാലോ, ആ ബാഗിൽ നിന്ന് കിട്ടിയാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് വൈജ മുത്തശ്ശി ഉറങ്ങി കിടക്കുന്ന സമയത്ത് മുത്തശ്ശിക്ക് ഭക്ഷണമൊക്കെ കിടത്ത് മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് ഒരു ഉറക്കമുണ്ട്. അപ്പോൾ ഗുളികേൻ്റെ ഒരു ഇഫക്റ്റൊക്കെ കാരണം മുത്തശ്ശി ഉച്ചയ്ക്ക് ഉറങ്ങിപ്പോകും. ആ സമയത്ത് വൈജ ഏതായാലും ബാങ്കിലൊന്നും പോവാതെ ലീവ് എടുത്തേക്കില്ല, അമ്മയെ നോക്കാൻ വേറെ ആരും ഇല്ലല്ലോ, അങ്ങനെ ലീവ് എടുത്തേക്കാണല്ലോ. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് വൈജ പതുക്കെ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. മുത്തശ്ശി അറിയുന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ ഇങ്ങനെ ചെന്നിട്ട് അലീനയുടെ സാധനങ്ങളൊക്കെ നോക്കണം, ആ ബാഗൊക്കെ നോക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ അലീനയുടെ ആ ബ്രിജിത്താമ്മയുടെ ഫോട്ടോ അന്ന് പൊട്ടിച്ച് കളഞ്ഞില്ലേ, താഴെ ഇട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് അലീന തിരിച്ച് വന്ന സമയത്ത് റൂമിൽ പൊട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്ലാസ്സൊക്കെ മാറ്റിയിട്ട് ആ ഫോട്ടോ മാത്രമായിട്ട് അവിടെ ഇരിക്കുന്നത് വൈജയന്തി കാണുന്നുണ്ട്. അങ്ങനെ അതൊക്കെ എടുത്ത് ഒന്നുകൂടി നോക്കുന്നുണ്ട്, ഈ സ്ത്രീ ഏതാണ് എന്താണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ എടുത്ത് നോക്കുകയും അതിൻ്റെ
പുറകിൽ നിന്ന് കുറച്ച് പൈസ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതേമാതിരി അവിടെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്നൊന്നും കിട്ടാത്ത കാരണം അലീനയുടെ ബാഗ് എടുക്കണം. അലീനയ്ക്ക് 2 ബാഗ് ഉണ്ടല്ലോ, ഒന്ന് അവൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കൊണ്ട് നടക്കുന്ന ഒരു സൈഡ് ബാഗും പിന്നെ ഒരു കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു ബാഗും, അങ്ങനെ ആ 2 ബാഗ് ഉണ്ടല്ലോ. അങ്ങനെ ആ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വെക്കുന്ന ആ ബാഗ് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ അവളുടെ കുറച്ച് പഴയ ഡ്രസ്സുകളും അതുപോലെ ആ ഒരു കൊന്ത അതുപോലെയുള്ള ബൈബിളിൻ്റെ കുറച്ച് സാധനങ്ങളും അങ്ങനെയൊക്കെ മാത്രമേ ആ ബാഗിലുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് പരിശോധിച്ചിട്ട് വൈചിന്തിക്ക് ഒന്നും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവളുടെ ചെറിയ ബാഗ് എടുത്ത് വീണ്ടും പരിശോധിക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് അതിൽ നിന്ന് അവളുടെ ഫോണിൻ്റെ ചാർജർ കിട്ടുന്നുണ്ട്, പക്ഷെ ഫോണൊന്നും കിട്ടുന്നില്ല കേട്ടോ. ഫോണ് കാണാനില്ല. ഫോണ് നമ്മുടെ ഹരി എടുത്ത് കൊണ്ടുപോയി കുളത്തിലെറിഞ്ഞ് കളഞ്ഞില്ലേ, അങ്ങനെ ഫോണ് കാണുന്നില്ല. അങ്ങനെ ആ ബാഗ് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിൽ നിന്ന് 2 നോട്ട്ബുക്കും 2 ഡയറിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം അവളുടെ കുറേ അവിടുത്തെ കാര്യങ്ങൾ, കണക്കുകളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച ഡയറിയും ഒക്കെയാണ്. അങ്ങനെ അതൊക്കെ അവൾ പുറത്തേക്ക് എടുത്തിട്ട്, വൈജയന്തി ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ ബ്രിജിത്താമ്മയുടെ ഒരു ഡയറി ഉണ്ട് കേട്ടോ. ബ്രിജിത്താമ്മ പണ്ട് ഓരോ കാര്യങ്ങളൊക്കെ കുട്ടികളെ കിട്ടിയ സമയത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ച ഡയറിയൊക്കെ കിട്ടുകയാണ്. അപ്പോൾ ഓരോന്നും അവൾ എടുത്ത് നോക്കുന്നുണ്ട്, വൈജയന്തി എടുത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ആദ്യത്തെ നോട്ട്ബുക്കിലൊക്കെ ഫുള്ള് കടം കൊടുക്കാനുള്ള കാശിൻ്റെ കണക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്രിജിത്താമ്മ എഴുതി വെച്ചിട്ടുള്ളത്. കറക്റ്റ് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഡയറി കിട്ടുമ്പോൾ ആ ഡയറിയിലാണെങ്കിൽ ബ്രിജിത്താമ്മ തൻ്റെ വേദനകളും അതുപോലെ തൻ്റെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചതായിരുന്നു. അതുപോലെ ഓരോ കുട്ടികളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതായിരുന്നു. അപ്പോൾ അതിങ്ങനെ മറിച്ച് നോക്കുന്ന സമയത്താണ് അതിൽ നിന്ന് ഒരു പിക്ചർ, ഒരു പഴയൊരു ഫോട്ടോ കിട്ടുന്ന കേട്ടോ. അപ്പോൾ ആ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോൻ്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അലീന എന്ന് പേരും കൂടി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അലീനയുടെ ഒരു കുഞ്ഞതിലുള്ള ഫോട്ടോ ആണ് അത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ കുഞ്ഞ് ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് വൈജയന്തിക്ക് എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിട്ട്, എന്തോ ഒരു ബന്ധം ഉള്ളതുപോലെ തോന്നണം. ആ ഫോട്ടോയിലേക്ക് നോക്കുന്തോറും വൈജയന്തിക്ക് ഈ ഫോട്ടോ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് എനിക്ക് അറിയാവുന്ന ആളാണല്ലോ, ഇത് ബബിതയുടെ കുഞ്ഞിതിലെ ഫോട്ടോ അല്ലേ, അങ്ങനെയുള്ള അതുപോലെയൊക്കെ തോന്നിട്ടോ. അപ്പോൾ ബബിതയുടെ എന്താണെങ്കിലും സ്വന്തം സഹോദരിയാണല്ലോ, അപ്പോൾ കുഞ്ഞിതിലെ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഈ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് നല്ല പരിചയമുള്ള ഫോട്ടോ ആണല്ലോ എന്നിങ്ങനെ തോന്നിപ്പോവാണ്. അങ്ങനെ ആ ഫോട്ടോ അവിടെ വെച്ചിട്ട് അപ്പോൾ അലീനയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ അലീനയെ അവിടെ കിട്ടിയ ദിവസത്തെ ഡേറ്റ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഡേറ്റും കാര്യങ്ങളും എവിടെ നിന്നാണ് കിട്ടിയത് എന്നും കൂടി അതിലുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കേട്ടപ്പോൾ അങ്ങനെ വായിച്ച് നോക്കുമ്പോൾ വൈജയന്തിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുകയാണ്. കാരണം തിരുവനന്തപുരത്ത് തന്നെയാണ് കഴക്കൂട്ടം എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മുടെ സ്നേഹനികേതനം ഉണ്ടായിരുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു ഓർഫനേജിലാണല്ലോ വളർന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് അലീനയെ വൈജയന്തി പ്രസവിക്കുന്നതും കുറച്ച് നാൾ അവിടെ താമസിക്കുന്നതും. പിന്നീടാണ് മുത്തശ്ശൻ ബ്രിജിത്താമ്മയെ കണ്ടെത്തിയിട്ട് അലീനയെ ഏൽപ്പിക്കുന്നതൊക്കെ. അപ്പം പ്രസവിച്ച ഉടനെ തന്നെ കൊണ്ടുപോയിട്ട് ബ്രിജിത്താമ്മയെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. അവിടെ വെക്കുന്നില്ല, കാരണം കുഞ്ഞ് മരിച്ചുപോയി എന്നല്ലേ പറയുന്നത്. പ്രസവിച്ച ആ കുഞ്ഞിനെ തന്നെയാണ് ഉടനെ ബ്രിജിത്താമ്മയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ അലീനയെ കിട്ടിയ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന ജനിച്ച ദിവസം തന്നെ കേട്ടോ. അപ്പോൾ ആ ഡേറ്റ് കണ്ടപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷോക്കായി പോവുകയാണ് വൈജയന്തി. ഈ ഡേറ്റ് അവൾക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ആദ്യത്തെ ഡെലിവറി നടന്ന ഡേറ്റാണ്. അപ്പോൾ ആ ഡേറ്റ് കണ്ടപ്പോൾ ഷോക്കായി പോകുന്നുണ്ട് കേട്ടോ. എന്തായിരിക്കും, അപ്പോൾ ഇങ്ങനെ അലീന അന്നാണോ ജനിച്ചത് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ആകെ ഷോക്കാവുന്നുണ്ട്. അങ്ങനെ വൈജയന്തി അവിടെ ഇങ്ങനെ ഓരോന്ന് തിരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് മുത്തശ്ശി ഉണരുന്നത് കേട്ടോ. മുത്തശ്ശി ഉണരുമ്പോൾ കാണുന്നത് വൈജയന്തി അലീനയുടെ ബാഗിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്താ അലീനയുടെ ബാഗിൽ തപ്പുന്നത് വൈജയെന്ന് ചോദിക്കുമ്പോൾ ഞെട്ടി തിരിഞ്ഞ് നോക്കുകയാണ് വൈജയന്തി കേട്ടോ. വൈജയന്തി ആണെങ്കിൽ അതിൽ ആ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടിട്ട്, അലീനയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പം വൈജയന്തി ചിന്തിക്കുന്നുണ്ട് തൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്നാണ് ഇവരൊക്കെ പറഞ്ഞത്, പക്ഷേ അതേ ഡേറ്റിൽ ജനിച്ചൊരു കുഞ്ഞായിരിക്കാം എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ ആ ഡേറ്റ് വൈജയന്തിക്ക് ആകെ ഷോക്കായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാനേ അവളുടെ ബാഗിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയതാണ് എന്ന് പറഞ്ഞ് തപ്പി തടഞ്ഞ് ഇങ്ങനെ പറയാനായിട്ട് ശ്രമിക്കുകയാണ്.
നീ എന്തൊക്കെയാണ് വൈജയ് പറയുന്നത്? അവളുടെ ബാഗിൽ നിനക്ക് എന്താണ് ആവശ്യം? നിൻ്റെ എന്തെങ്കിലും അവളുടെ ബാഗിലുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല, എനിക്ക് അവൾ പറഞ്ഞതൊന്നും അത്ര വിശ്വാസമായിട്ടില്ല അമ്മേ എന്ന് പറയാണ്. പക്ഷേ വൈജയന്തിക്ക് അപ്പോഴും സംശയമാട്ടോ, ഇങ്ങനെ ഒരു സംശയം ഭാവത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നീ എന്താ നോക്കിക്കൊണ്ട് നിന്നത്? അവളുടെ ഡയറി അല്ലേ അത്? അതെന്തിനാ നീ എടുത്തത്? അതേതാ നിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഫോട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയാൻ പാടില്ല, ഇതിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. തന്നെ നോക്കട്ടെ, അവളുടെ ഫോട്ടോയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളുടെ ഫോട്ടോ ആണെന്ന് തോന്നുന്നു, ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് പറയാണ്. തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അമ്മ എന്തിനാ ഇതൊക്കെ കാണുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ ഇതൊക്കെ കാണുന്നത്? നീ എന്തിനാ അതൊക്കെ എടുത്ത് നോക്കാൻ പോയത്? അപ്പം പിന്നെ ഞാൻ കൂടി കണ്ടാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ ഇതാ കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫോട്ടോ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഫോട്ടോയിൽ ഒരു കുഞ്ഞ് പ്രസവിച്ച് കുറച്ച് നാളായിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ ആണ്. അപ്പോൾ അത് കുറച്ച് വലിപ്പം വെച്ചിട്ടുണ്ട്, ഒരു 5-6 മാസം പ്രായമായ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ ആണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ മുത്തശ്ശി നോക്കുമ്പോൾ അലീന എന്ന് പേരും എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് അലീനയുടെ കുഞ്ഞിതിലെ ഫോട്ടോയാണോ? എന്ത് ഭംഗിയാണല്ലേ അലീന കുഞ്ഞിതായിരിക്കുമ്പോൾ കാണാൻ. ഇപ്പോഴും അവൾ സുന്ദരിയൊക്കെ തന്നെയാണ്. ഈ ഫോട്ടോ കണ്ടാൽ, ഈ കുഞ്ഞിൻ്റെ മുഖം കണ്ടാൽ പറയോ ഇത് ആരെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോയ കൊച്ചാണെന്ന്? ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം ഏതോ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച കൊച്ചാണെന്ന്. ആരായിരിക്കാം അവളെ കൊണ്ടുപോയി ഉപേക്ഷിച്ച് കളഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ നമ്മുടെ വൈജയാണെങ്കിൽ ആ ഡേറ്റ് മാത്രം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ നീ എന്താ വൈജി ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്ത് ഭംഗിയല്ലേ അലീനയുടെ ഈ കുഞ്ഞിതിൽ ഫോട്ടോ കാണാൻ എന്ന് പറയുമ്പോൾ അത് പിന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും കാണാൻ ഭംഗി തന്നെയല്ലേ ചെറുതായിരിക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട്. അവളെ പ്രത്യേകിച്ചൊരു ഭംഗിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതല്ല വൈജി, ഈ ഫോട്ടോ കണ്ടാൽ അറിഞ്ഞൂടെ അവൾ ഏതോ നല്ല കുടുംബത്തിൽ ജനിച്ച കൊച്ചാണെന്ന് അറിയത്തില്ലേ എന്ന് പറയുമ്പോൾ പിന്നെ എനിക്കൊന്നും അങ്ങനെ തോന്നുന്നില്ല, അമ്മയ്ക്ക് ചുമ്മാ തോന്നുന്നതാ എന്നൊക്കെ പറയാണ് വൈജ. പക്ഷേ വൈജ അപ്പോഴും ആ ഡയറിയിൽ ആ ഡേറ്റിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ആ ഡയറിയിൽ വൈജ പ്രസവിച്ച അതേ ഡേറ്റാണ് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള കാര്യം കണ്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് വൈജ. അപ്പോൾ അങ്ങനെ വൈജയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം വരികയാണ്, അലീന ആരാണ്, അലീനയുടെ ബാഗ്. പക്ഷെ വേറൊരു ഡീറ്റെയിൽസും കിട്ടുന്നില്ല കേട്ടോ. അവളുടെ കള്ളക്കാമുകൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ കിട്ടുന്ന ഉള്ള കാര്യം നോക്കിയിട്ടാണ് ബാഗ് തപ്പിയത്, അതൊന്നും കിട്ടുന്നില്ല. നീ ഒരു കാര്യം ചെയ്യും വൈജയെ, ഈ ഫോട്ടോ അതിലേക്ക് തന്നെ എടുത്തു വെച്ചിട്ട് അതൊക്കെ അവളുടെ ബാഗിലേക്ക് തന്നെ വെച്ചേക്ക്. അതിലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. അവളുടെ മമ്മി കുറേ കടങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിലുണ്ടായിരിക്കും. അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ആർക്കൊക്കെയോ കാശ് കൊടുക്കാനുണ്ട്. ഇങ്ങനെ കുറേ കണ്ണി കണ്ടവരുടെ നിന്നൊക്കെ കാശ് വാങ്ങിച്ചിട്ടാണ് ഇങ്ങനെ കടം വന്നത് എന്നൊക്കെ പറയണം. ഈ കടമൊക്കെ നീ ഇവളെ എങ്ങനെ വീട്ടും എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അവളെ എങ്ങനെയെങ്കിലും വീട്ടിക്കോളും, നീ അതൊക്കെ അവിടെ ചീത്തയാക്കാതെ എടുത്തു വെച്ചേക്ക് എന്ന് പറയണം. അങ്ങനെ വൈജയന്തി അതൊക്കെ അവിടെ എടുത്തു വെച്ചിട്ട് പോകാൻ നേരം ചോദിക്കുകയാണ്. അങ്ങനെ വൈജയന്തി പോകാൻ നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല ശരിക്കും നീ എന്താണ് അവളുടെ ബാഗിൽ നിന്ന് അന്വേഷിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത് തന്നെയാണ് അന്വേഷിച്ചത് എന്ന് പറയട്ടോ. അല്ല എൻ്റെ സംശയം, നീ അന്ന് കുറേ കാശ് കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ചായിരുന്നല്ലോ, വീണ്ടും നിനക്ക് അങ്ങനെ വല്ല സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതൊന്നും അല്ല അന്വേഷിച്ചത്, അവളുടെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് അറിയാനായിട്ട് നോക്കിയതാണ്. എന്നിട്ട് നിനക്ക് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല എന്ന് പറയണം. അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ, ഇനിയെങ്കിലും അവളിൽ ഇങ്ങനെ നീ സംശയഭാവത്തോടു കൂടി നോക്കല്ലേ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ അലീനയുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യം എന്താണെങ്കിലും വൈജയന്തി മനസ്സിലാക്കിയേക്കാണ്. ആ ഡയറി വായിച്ചിട്ട് ആകെ ഷോക്കാവുന്നുണ്ട്. പിന്നെ ആ ഡയറിയിൽ അലീനയെ കിട്ടിയ സ്ഥലം കൂടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിൽ നിന്നാണ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് വൈജയന്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി. ഇന്നത്തെ അല്ല, ഇനി വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു അപ്കമിങ് എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും.